Hello, my name is John, and today I am going to share a tip which will help you to speak English without any hindrance or hesitation. In other words, this video will help you to speak English very fluently, like me. So, if you want to speak English fluently, uh, you may please share this video with your friends and family. So let's start. Um, you can speak either English like this, or you can speak English like this. Hey, what's up, guys? This is John here. Today I'm going to share a small tip which is going to help you to speak English like a native. After watching this video, if you feel this video makes sense, please share it with your friends and family. So let's get started. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് സംസാരിക്കാം. ഒരു ഭാഷ ഏറ്റവും ഭംഗിയായിട്ട് സംസാരിക്കാൻ നമ്മുടെ മുന്നിൽ വരുന്ന ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് തിരിച്ചറിയാം. ഏറ്റെടുക്കുന്ന കാര്യം ജോലിയോ ബിസിനസ്സോ എന്തോ ആവട്ടെ ഏറ്റവും നന്നായിട്ട് നിർവഹിക്കാൻ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ നിങ്ങളെ കൊണ്ട് പറ്റും. രണ്ട് തരത്തിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് പറയാം. ഒന്ന്, ദ എഡ്യൂക്കേഷൻ സിസ്റ്റം വിച്ച് ക്രിയേറ്റ് ദ വർക്ക് ഫോഴ്സ്. രണ്ട്, ദ എഡ്യൂക്കേഷൻ സിസ്റ്റം വിച്ച് ക്രിയേറ്റ് ദ തിങ്ക് ഫോഴ്സ്. ആദ്യം പറഞ്ഞ വർക്ക് ഫോഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം നമുക്ക് പരിചയമുണ്ട്. ആ ഒരു സിസ്റ്റത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു വന്നതും ഇവിടെ എത്തിയതും. അത് തന്നെയാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നതുമായിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം. നമ്മളുടെ കണ്ടുപിടുത്തമല്ല, ഇംഗ്ലീഷുകാർ കണ്ടുപിടിച്ച് ഇവിടെ നടപ്പിലാക്കി നമുക്ക് തന്നിട്ട് പോയ എഡ്യൂക്കേഷൻ സിസ്റ്റം. വർക്ക് ഫോഴ്സ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയുമോ? ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കൂടെ പുറത്തു വരുന്ന ഒരു കുട്ടിയും ഓപ്പർച്യൂണിറ്റീസിനെ കാണില്ല. അവൻ്റെ മുന്നിലെല്ലാം പ്രോബ്ലങ്ങളായിരിക്കും. ആരൊക്കെയോ കണ്ട വലിയ സ്വപ്നങ്ങൾ, ആരുടെയൊക്കെയോ വലിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കേണ്ടി വരുമ്പോൾ അതിനു മുന്നിൽ വന്ന് പെട്ടേക്കാവുന്ന പ്രോബ്ലത്തിന് സോൾവ് ചെയ്യുന്ന ആളുകളായിരിക്കും ഇവരെപ്പോഴും. ഈ വർക്ക് ഫോഴ്സ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താ പറയുക? ഇവിടെ ലിസണേഴ്സേ ഉള്ളൂ, സ്പീക്കേഴ്സിന് സ്ഥാനമില്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്നതാണ് നമ്മളെ അവരുടെ ഭാഷ പഠിപ്പിച്ച രീതി. അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. അതുമാത്രമായിരുന്നു അവരുടെ ആവശ്യം. നമ്മൾ അവരോട് സംസാരിക്കണമെന്നോ അല്ലെങ്കിൽ നമ്മളുടെ അഭിപ്രായങ്ങളോ ഒന്നും അവർക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ നമ്മളെ ഭാഷ കേട്ടാൽ മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നമ്മളെ പഠിപ്പിച്ചു. സംസാരിക്കാൻ നമ്മളെ അവരിതുവരെ പഠിപ്പിച്ചിട്ടില്ല. പലപ്പോഴും സ്കൂളുകളിൽ ഉൾപ്പെടെ പോകുമ്പോൾ ടീച്ചേഴ്സ്മാർ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ഭാഷ നന്നായിട്ട് കേട്ടാൽ മനസ്സിലാവും, പക്ഷെ പറയാൻ പറ്റില്ല. ഇത് തന്നെയായിരുന്നു അവരുടെ ആവശ്യം. കേട്ടാൽ മനസ്സിലാവണം, അതനുസരിച്ച് പ്രവർത്തിക്കണം, പക്ഷെ നമ്മളൊന്ന് തിരിച്ച് പറയാൻ പാടില്ല. ഇന്നും നമ്മളുടെ സ്കൂളുകൾ ഫോളോ ചെയ്യുന്ന ആ സിസ്റ്റം തന്നെയാണ്. എല്ലാ ഭാഷകളും പഠിപ്പിക്കാനായിട്ട് ഗ്രാമർ പഠിപ്പിക്കുക. ഗ്രാമർ പഠിക്കുന്ന നല്ലതാണ്, കേട്ടാൽ മനസ്സിലാവും, സംസാരിക്കാൻ പറ്റില്ല. ഈ തിങ്ക് ഫോഴ്സ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഫൗണ്ടേഷൻ എന്താ പറയുക? മൈൻഡ് മാസ്റ്ററിംഗ് ആണ്. കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷെ എളുപ്പമാണ്. അവനവനെ തന്നെ തിരിച്ചറിയാനും അവനവനെ തന്നെ മാസ്റ്റർ ചെയ്യാനും പറ്റുന്ന രീതിയിൽ ഒരു കുട്ടിയെ ആക്കിയെടുക്കുക. അതാണ് തിങ്ക് ഫോഴ്സ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഫൗണ്ടേഷൻ. ഇപ്പോഴത്തെ സാഹചര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. 22 വയസ്സ് അല്ലെങ്കിൽ 25 വയസ്സായുള്ള ഒരു കുട്ടി പുറത്തോട്ട് പോകുമ്പോൾ, കുട്ടിയെന്ന് ഞാൻ ഉദ്ദേശിച്ചത് എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുന്ന സമയമുണ്ടോ, ആ സമയത്ത് പുറത്തിറങ്ങുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവനെക്കുറിച്ച് അവൻ്റെ അച്ഛനും അമ്മയ്ക്കും ആവലാതിയാണ്. അവൻ നന്നായിട്ട് ജീവിക്കുമോ, ചീത്ത കൂട്ടുകെട്ടിപ്പെടുമോ, എന്തെങ്കിലും അപകടം പറ്റുമോ, ആരെങ്കിലും ഉപദ്രവിക്കുമോ, ഒരു സിറ്റുവേഷൻ വന്ന് അവനെങ്ങനെ മാനേജ് ചെയ്യും, ഇതൊക്കെയാണ് പാരൻസിൻ്റെ ഇപ്പോഴുള്ള കൺസേൺ. ഈ ആവലാതികളാണ് ഈ വർക്ക് ഫോഴ്സ് എഡ്യൂക്കേഷൻ സിസ്റ്റം നമുക്ക് സമ്മാനിച്ചിരിക്കുന്ന കാര്യം. ഈ വർക്ക് ഫോഴ്സ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ള ഏറ്റവും വലിയ പോരായ്മ എന്താ അറിയോ? നമ്മുടെ കുട്ടികളെ മാസ്റ്റർ ചെയ്യുന്നത് മറ്റാരൊക്കെയാണ്. ഈ തിങ്ക് ഫോഴ്സ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താ അറിയോ? തിങ്ക് ഫോഴ്സ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഓരോരുത്തരും അവനവൻ്റെ മാസ്റ്റേഴ്സ് ആയിരിക്കും. ഈ വർക്ക് ഫോഴ്സ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ മറ്റുള്ളവരായിരിക്കും മാസ്റ്റർ ചെയ്യുക. അതായത് നമ്മളെ മാസ്റ്റർ ചെയ്യുന്നത് മറ്റുള്ളവരായിരിക്കും, മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നതിന്. ഒരു കുട്ടിയുടെ ക്രിയേറ്റിവിറ്റി കണ്ടെത്താനോ അതിനെ വളർത്തിയെടുക്കാനോ പറ്റുന്ന രീതിയിലല്ല വർക്ക് ഫോഴ്സ് എഡ്യൂക്കേഷൻ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കുട്ടി ഏതെങ്കിലും ഒരു ഫാക്ടറിയിലോട്ടോ അല്ലെങ്കിൽ ഓഫീസിലോട്ടോ എത്തപ്പെടേണ്ടതാണ് എന്നുള്ളൊരു മുൻവിധിയോടുകൂടിയാണ് ഈ വർക്ക് ഫോഴ്സ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഓരോ കുട്ടിയും മോൾഡ് ചെയ്തെടുക്കുന്നത്. ലൈഫ് മുഴുവൻ പ്രോബ്ലം ആണെന്നും ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുന്നതാണ് സക്സസ് എന്നും ആണ് വർക്ക് ഫോഴ്സ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഓരോരുത്തരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ വർക്ക് ഫോഴ്സ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്നും തിങ്ക് ഫോഴ്സ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലോട്ട് ഇന്ത്യൻ എഡ്യൂക്കേഷൻ മാറണമെന്ന് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയിലാണ് ഏറ്റവും നല്ല വർക്ക് ഫോഴ്സ് എന്നുള്ളതാണ്.
യഥാർത്ഥത്തിൽ നമ്മളാണ് ഏറ്റവും നല്ല തിങ്ക് ഫോഴ്സ്. ലോകത്തിന് പ്രായം കൂടുമ്പോൾ ഇന്ത്യക്ക് പ്രായം കുറയുകയാണെന്ന് പറയാം. കാരണം നമ്മുടെ പോപ്പുലേഷനിൽ നല്ലൊരു പെർസെൻറ്റേജും യങ്സ്റ്റേഴ്സാണ്. മറ്റൊരു രാജ്യത്തും ഇല്ലാത്ത ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണത്. ഈ യങ്സ്റ്റേഴ്സിന് മുഴുവനും ഈ വർക്ക് ഫോഴ്സ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെ മറ്റാർക്കോ വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി മാറ്റുന്നതിന് പകരം തിങ്ക് ഫോഴ്സ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഇമ്പാക്റ്റ് ചെയ്യുമ്പോൾ അവർ ഓപ്പർച്യൂണിറ്റിനെ കാണാൻ തുടങ്ങും. മറ്റാരോ കണ്ടെത്തിയ ഓപ്പർച്യൂണിറ്റിയുടെ പ്രോബ്ലം സോൾവേഴ്സ് ആയിട്ടല്ല നമ്മൾ മാറേണ്ടത്. നമ്മുടെ മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റികളെ തിരിച്ചറിയാൻ പറ്റുന്ന തരത്തിൽ നമ്മുടെ കുട്ടികളുടെ മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റികളെ തിരിച്ചറിയാൻ അവർക്ക് പ്രാപ്തി വരുത്തുന്ന രീതിയിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലോട്ടാണ് നമ്മൾ മാറേണ്ടത്. ആ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് തിങ്ക് ഫോഴ്സ് എഡ്യൂക്കേഷൻ സിസ്റ്റം. Hey, the first part of this video, I was just trying to show you how our existing education system ruined our creativity and our communication skill. But if you're ready to follow the tips which I've given for you in the second part of this video, trust me, you can transform yourself. And finally, it's not your situation or your condition. It's your desire, and decision is going to decide what you want to be and where you want to be. Now, it's your turn. Take a strong decision and move forward to grab the opportunities.